ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തിലങ്ങാണ്ടാണ് ഞാൻ ഇഞ്ചി നടുന്ന ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. അതിപ്പം നട്ടിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് വിളവെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഓണത്തിന് എനിക്ക് പറ്റിയില്ല. കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ആയിരുന്നു. അപ്പം ഓണം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം. എത്രത്തോളം ഉണ്ട് നമ്മുടെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ട്. കഷ്ടപ്പാടെന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ കഷ്ടപ്പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ നട്ടത് എത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാമേ. അപ്പോൾ ഫ്രണ്ട്സ്, അന്ന് നിങ്ങളെൻ്റെ വീഡിയോ ഒരുപക്ഷെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 4 മൂട് ചുവടലാണ് നട്ടത്. 3 ഗ്രോ ബാഗിലും ഒരു ചെടിച്ചട്ടിയിലാണ് നട്ടത്. ആദ്യം നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ നിന്ന് വിളവെടുത്ത് നോക്കാം. ഞാൻ ഈ ഒരു ഗ്രോ ബാഗാണ് ആദ്യം എടുക്കാനായിട്ട് പോകുന്നത്. മുറ്റത്തൊക്കെ മണ്ണാവും, കുഴപ്പമില്ല, പിന്നെ തൂത്ത് കളയാം. എന്നാലും ഞാനിതൊന്ന് എടുക്കുവാണേ. എന്താ ഉണ്ടെന്നറിയണമല്ലോ. ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും. ഇത് പ്രതീക്ഷിച്ചത്ര വിളവ് തന്നിട്ടില്ല, എന്നാലും സാരമില്ല, വിഷമിക്കേണ്ട. ഇതൊക്കെ ഞാൻ വീണ്ടും നടുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നതിനായിട്ട്. പക്ഷേ എങ്കിൽ എനിക്ക് ഇവരുടെ അടുത്ത് പരാതി പറയാനും പറ്റത്തില്ല. കാരണം നല്ല രീതിയിലൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല. നട്ട സമയത്തിട്ട വളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ചധികം ഹോസ്പിറ്റൽ ഇഷ്യൂസൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. ഇതിലൊന്നും വിളവൊന്നും കാര്യമായിട്ടില്ല. എന്തായാലും ഈ ഒരുപാട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇത്തിരി നല്ല രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു വിളവ് അവർ തന്നേനെ. നിരാശപ്പെടാതെ ഞാൻ അടുത്ത ചുവടിലോട്ട് പോവുകയാണ്. അതൊന്ന് നോക്കാവേ. ഇത് വിഷമിക്കാനില്ല. സാരമില്ല, കാര്യമില്ലാതെ, വലിയ വിഷമപ്പെടാനില്ലാതെ തന്നെ ഒരു വിളവുണ്ടെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് ജൈവവളത്തിലൊക്കെ ചെയ്തതാണ്. അപ്പം നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയത് തന്നെ വലിയ കാര്യമാണെന്ന് വിചാരിക്കാം. ഇനി 3ാമത്തെ ചുവടിലോട്ട് പോവുകയാണേ. ഇത് എന്നെ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. കാര്യമായിട്ട് തന്നെ ഉണ്ട്, സന്തോഷമായിട്ടുണ്ട്. നമ്മളിത് കൊണ്ട് നട്ട് വെച്ചിട്ട് കാര്യമല്ല. നമ്മളതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന വളമൊക്കെ കൊടുത്താലല്ലേ കറക്റ്റ് റിസൾട്ട് അവർ തരത്തുള്ളൂ. അല്ലാതെ കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? പരീക്ഷയ്ക്ക് പഠിക്കാണ്ടിരുന്നിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടിയില്ലെന്ന് പറയുന്ന പോലെ ആയിരിക്കും അങ്ങനെ പറയുന്നല്ലേ. ഇതിപ്പം കുഴപ്പമില്ല അല്ലേ. ഇതൊരു ചുവടയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ഇതിന് ഇത്തിരി മണ്ണൊക്കെ തോനെ ഉണ്ടായിരുന്നു, ഇത്തിരി വളമൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇട്ട് കൊടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അത് സ്വയം നന്നാവണമെന്ന് വിചാരിച്ച് സ്വയം പഠിക്കുന്ന ചില പിള്ളേരില്ലേ, അങ്ങനെ സ്വയം പഠിച്ചതാണ്. മറ്റവരൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടരാണ്. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നട്ടതാണ്. പുള്ളിക്കാരൻ്റെ ഇതൊന്നും കൂടെ നോക്കാം. വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ വേണം ഇഞ്ചി കൃഷി ചെയ്യാൻ അല്ലേ. നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ചുവടിയിൽ നിന്നാണ്.
ഇതിൻ്റെ അകത്ത് കളയും പില്ലും ഒക്കെ വളർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കൊണ്ട് നട്ടിട്ട് ഞാനങ്ങ് എൻ്റെ കാര്യം നോക്കി അങ്ങ് പോയി. ഹോസ്പിറ്റലുകളിൽ മാറി മാറി അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി. അപ്പോൾ അവർക്ക് മനസ്സില്ലായിരുന്നു നല്ല റിസൾട്ട് തരാനായിട്ട്. എന്നാലും ഇത് എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മൊത്തം ഒരു ഗ്രോ ബാഗിൽ 3 ചുവടും ചട്ടിയിലൊരു ചുവടുമാണ് വെച്ചത്. അതിൽ ചട്ടിയിൽ വെച്ച ഒരു ചുവട് വളരെ നല്ല ഒരിത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്രോ ബാഗിൽ വെച്ച ഒരു ചുവടിലും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര ഇഞ്ചിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 3 ഗ്രോ ബാഗിലും ഒരു ചട്ടിയിലാണ് നട്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫൊക്കെ അടർത്തി മാറ്റി ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ഒരു ഇഞ്ചിയുടെ വിളവെടുപ്പ്. പക്ഷേങ്കിൽ പ്രതീക്ഷിച്ചത്ര ഇല്ല. സാരമില്ല, നല്ല രീതിയിലൊന്നും വളപ്രയോഗമോ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തിട്ടില്ല. അതായിരിക്കും പ്രതീക്ഷിച്ച വിളവില്ലാഞ്ഞത്. പിന്നെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോഴും ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സമയവും ആയിട്ടില്ല. ഏകദേശം 8 മാസമെങ്കിലും ഒക്കെ ആവണം ഇതിൻ്റെ കറക്റ്റ് സമയം. ഇതിപ്പം 5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇത് വാടിയായിരുന്നു. മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, ചോട്ടി മണ്ണൊക്കെ കുറവായതുകൊണ്ടായിരിക്കണം വാടി നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് വിളവെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും തോന മുളപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൂടുതൽ ഗ്രോ ബാഗിലോട്ട് പിരിച്ച് നടുന്നതാണ്. ഇതിങ്ങനെ നടാനൊക്കെ തോനെയുണ്ട്. ഇതുകൊണ്ട് നട്ടാലും മതിയാവും. അപ്പം ചാണകത്തിലൊക്കെ ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ച് ദിവസം വെച്ചിരുന്നിട്ട് 2 ദിവസം വെച്ചിരുന്നിട്ടാണ് നടുന്നത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.